കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നരലഴിനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവൻ്റെ അരികിലേക്ക് ഇബ്ലീസ് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇബ്ലീസ് പിശാചിൻ്റെ രൂപത്തിൽ വരില്ല. പിശാചിൻ്റെ രൂപത്തിലാണ് വരുന്നതെങ്കിലേ ആരും പിശാചിന് വഴിപ്പെടൂല. പണ്ഡിതന്മാര് വഴിപ്പെടൂല, സാദാത്തുക്കൾ വഴിപ്പെടൂല, ആത്മജ്ഞാനികൾ വഴിപ്പെടൂല. ഏറ്റവും വാലിങ്ങളും ഈ ബഹറിൽ മുങ്ങിയിട്ട് ഈമാനും തെറ്റിയിട്ട് മൗത്തായി എന്നോവർ എത്രയെത്ര ആളുകളാ മരിക്കുന്ന സമയത്ത് പിഴച്ചു പോയത്. എത്ര ആളുകൾക്ക് ആ കെലിമ ചൊല്ലാൻ കഴിയാതെ വന്നത്. ആക്കിബത്ത് മോശമായിട്ട് എത്ര ആളുകളാ മരിച്ചു പോയത്. എന്തേ? പിശാചിന്റെ ശർറിൽപ്പെട്ടതാ. പിശാചിന്റെ രൂപത്തിൽ വരില്ല. അബൂ ഹുറൈറത്ത് തങ്ങൾ പറയുന്നു, അബൂമാമ തങ്ങൾ റളിയല്ലാഹു അൻഹുമാ അവര് പറയുന്നത് കാണാ, ഞങ്ങൾ മുത്തുനബിയോടൊപ്പം അടച്ചിട്ട റൂമിൽ ഇരിക്കുമ്പോഴാ ഒരാൾ വന്ന് കതകിന് മുട്ടിയപ്പോൾ ഹബീബ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞൊരു മനുഷ്യന്റെ രൂപമാ, പക്ഷേ വികൃതമായ രൂപമാ. ആഗതന്റെ നെറ്റിയിൽ ഇങ്ങനെ നീളത്തിലാ രണ്ട് കണ്ണുള്ളത്. നമ്മുടെ കണ്ണൊക്കെ വിലങ്ങിനാണ് കീറിയത്, ആഗതന്റെ കണ്ണിങ്ങനെ നീളത്തിലാ കീറിയത്. ആഗതന്റെ മൂക്കാണെങ്കിലോ കാളയുടെ മൂക്ക് പോലെയാ, വായയാണെങ്കിലോ പന്നിയുടെ വായ പോലെയാ, തൻ്റെ താടിയാണെങ്കിലോ 7 ചെറിയ രോമങ്ങളാ. ഇങ്ങനെ വികൃതമായിരിക്കുന്ന ഒരു രൂപം കണ്ടപ്പോഴ് ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോഴ് തങ്ങൾ സലാം അടക്കിയില്ല. തങ്ങൾ ചോദിച്ചു, അബാമുറ എന്തേ വന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആഗതൻ പറയുന്നു, ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ വന്നിട്ട് എന്നോട് പറഞ്ഞതാ, എത്രയും പെട്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ സമീപത്തു ചെല്ലണം. തങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് സത്യമായ മറുപടി പറയണം. എൻ്റെ ഹബീബ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും സത്യമല്ലാത്തത് പറഞ്ഞാൽ നിന്നെ ഞാൻ കരിച്ച് അന്തരീക്ഷത്തിൽ ചാരമായിട്ട് പറത്തിക്കളയും എന്ന് എന്നോട് ഭീഷണിപ്പെടുത്തിയതാ. ആ അടിസ്ഥാനത്തിൽ വന്നതാ. അതുകൊണ്ട് തങ്ങൾ ചോദിച്ചോളോ, എന്ത് ചോദിച്ചാലും കൃത്യമായ മറുപടി പറയാം. അള്ളാഹുവിൻ്റെ റസൂലിനെ അവിടുത്തെ ഉമ്മത്തിനെ പിഴപ്പിക്കുന്നത്, ഉമ്മത്തിനെ സമീപിക്കുന്നത് ഏത് രൂപത്തിലാണെന്നറിയാൻ വേണ്ടി പിശാചിനെ അല്ലാഹ് പറഞ്ഞയച്ചതാ. സുദീർഘമായ ഹദീസ. അങ്ങനെ വികൃതമായ രൂപമാ പിശാചിന്റെ രൂപം. ധാരാളം ചോദ്യങ്ങൾ മുത്തുനബി ചോദിച്ചു, അതിനൊക്കെ കൃത്യമായ മറുപടിയും പറഞ്ഞു. അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ആ രൂപത്തിലാ പിശാച് നമ്മളെ സമീപിക്കുന്നതെങ്കിൽ ഇത് വന്നത് പിശാചാണെന്നറിയും. പക്ഷേ മരിക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ അരികിലോ മരിക്കുന്ന മുഅ്മിനത്തായ സ്ത്രീയുടെ അരികിലോ പിശാച് വരുന്നത് ആ രൂപത്തിലല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഹബീബായ തങ്ങളെ പ്രത്യേകതയല്ലേ, ലായതമസ്സലു ബിയശ്ശൈത്വാൻ, എൻ്റെ രൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയില്ല. മറ്റാര രൂപവും പിശാചിന് രൂപപ്പെടാൻ കഴിയും. പിശാചിന് പല ആളുകൾ രൂപപ്പെടാൻ കഴിയും. മഹാന്മാരെ രൂപത്തിൽ വരാൻ കഴിയും, മുഹീദ്ദീൻ ഷേഖിന്റെ രൂപത്തിൽ വരാൻ കഴിയും, മമ്പുറം തങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയും, ഇബ്രാഹിം ബാത്തിഷാ തങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയും. അങ്ങനെ ഹാജാ ബഹുമാനപ്പെട്ട ചിശ്തി തങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയും. അതുകൊണ്ടാ ലോകത്ത് കണ്ടമാനം വ്യാജ സിദ്ധന്മാരും വ്യാജ ശൈഖ്മാരും ശൈത്താന്മാരും ഇങ്ങനെ വിലസുന്നത്.
അതുകൊണ്ടാ എന്നെ അജ്മീർ ഖാജ വിളിച്ചു പറഞ്ഞു, മമ്പുറം തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഏർവാടി ഇബ്രാഹിം ബാത്തിഷാ തങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാ മക്കളെ. നാം വിവരമുള്ളവരാവണം, നാം പഠിക്കുന്നവരാവണം, യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാവണം. ഹബീബല്ലേ പറഞ്ഞത്? ഹബീബിന്റെ പ്രത്യേകത എന്താ? എന്റെ രൂപത്തിൽ പിശാചി വരൂല, വേറെ ആരുടെ രൂപത്തിനും പിശാചി വരും എന്നല്ലേ അതിന്റെ അർത്ഥം? അതല്ലേ അതിന് മഫ്ഹൂം മുഖാലഫ? ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് മരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്റെ അടുത്തും പിശാചി വരുന്നത്, ആ മരിക്കുന്ന മുഅ്മിനായ പെണ്ണോ സ്ത്രീയോ പുരുഷനോ അവനേറ്റവും സ്നേഹിക്കുന്ന, അവനേറ്റവും ഇഷ്ടപ്പെടുന്ന, അവനേറ്റവും ആദരിക്കുന്ന, അവനേറ്റവും വിശ്വസിക്കുന്ന ആളുടെ രൂപത്തിലാ. എൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉപ്പാന്റെ രൂപത്തിൽ വരും, എൻ്റെ മരിച്ചുപോയ ഉസ്താദിൻ്റെ രൂപത്തിൽ വരും, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ രൂപത്തിൽ വരും, എനിക്ക് തൗഹീദ് പഠിപ്പിച്ചവരുടെ രൂപത്തിലെ, എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചവരുടെ രൂപത്തിലെ, എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹവും എന്നോട് താല്പര്യവും ഉള്ളവരിൽ നിന്ന് ആരാണോ മരിച്ചു പോയത് അവരെ രൂപത്തിൽ പിശാചി വരും. വന്നിട്ട് പറയും, മോനെ നിന്റെ മുമ്പ് മരിച്ചവരാണു ഞങ്ങൾ, ഈ ബർസഖി ലോകത്തെത്തിയവരാണു ഞാൻ, നിനക്ക് തൗഹീദ് പഠിപ്പിച്ചത് ഞാനാ, നിനക്ക് അല്ലാഹനെ പഠിപ്പിച്ചത് ഞാനാ, നിനക്ക് ദീൻ പഠിപ്പിച്ചത് ഞാനാ, നിനക്ക് ജന്മം തന്നത് ഞാനാ, നിന്നെ പോറ്റി വളർത്തിയത് ഞാനാ. അതുകൊണ്ട് ഇവിടെ ഞാൻ എത്രയോ കൊല്ലത്തെ പഴക്കമുണ്ട്, എത്രയോ പതിറ്റാണ്ടുകളായി ഞാൻ ഈ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ രക്ഷയുള്ളത് മുസ്ലിമീങ്ങൾക്കല്ല, മുഹമ്മദ് നബി അംഗീകരിക്കുന്നവർക്കല്ല, ഖുർആൻ ഉൾക്കൊള്ളുന്നവർക്കല്ല, 5 വഖത്ത് നിസ്കരിക്കുന്നവർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക്, മറ്റു ആദർശങ്ങളിലേക്ക്, മതനിരാസത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് ഈ പിശാചി മരിക്കുന്ന സമയത്ത് നിന്നെ ക്ഷണിക്കും. അതങ്ങ് വിശ്വസിച്ചു പോയാൽ, അതുകൊണ്ടാണ് വഹബ്ലനാ മില്ലദുൻക റഹ്മ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാ. ആ സമയത്ത് രക്ഷപ്പെടാൻ പരിശുദ്ധ അർവാഹികളുടെ സാന്നിധ്യം വേണം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം വേണം, അംബിയാക്കളുടെ സാന്നിധ്യം വേണം, ശുഹദാക്കളുടെ സാന്നിധ്യം വേണം. ആ സാന്നിധ്യത്തിൽ വന്ന് അവരെ അർവാഹുകളെ കൊണ്ടല്ലാതെ മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടൂല, രക്ഷ കിട്ടൂല. അല്ലാഹു തആല നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അമ്പിയാക്കളെ പറ്റി പറയുന്നത്, ഔലിയാക്കളെ പറ്റി പറയുന്നത്, ഉലമാക്കളെ പറ്റി പറയുന്നത്, സാലിഹീങ്ങളെ പറ്റി പറയുന്നത്, അതിന് നിമിത്തമായി കബൂൽ ചെയ്യട്ടെ.